മോർണിംഗ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രാവിലത്തെ ഒരു ശീലമാണ് കേട്ടോ. വെറും വയറ്റിൽ ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ചിയാ സീഡും പിന്നെ നാരങ്ങാനീരും തേനും കൂടെ ഇട്ട് കഴിക്കുന്നത്. ഇത് നമുക്ക് വെയിറ്റ് ലോസൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. എല്ലാ ദിവസവും ഇതുപോലെ കഴിക്കില്ല. എനിക്ക് ഓർമ്മയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. മാറി മാറി ചിലപ്പോൾ ഇങ്ങനെ കഴിക്കും, ചിലപ്പോൾ വെറുതെ വെള്ളം കഴിക്കും, ചിലപ്പോൾ നാരങ്ങാനീരും തേനും മാത്രം കഴിക്കും, ചിലപ്പോൾ ഇഞ്ചി നാരങ്ങാനീരും, അങ്ങനെ മാറി മാറി കഴിക്കാനായിട്ട് അങ്ങനെ നോക്കും. ഇനി ഇതൊരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇത് ചിയാ സീഡ്സ് വെള്ളത്തിൽ കിടന്ന് നല്ലോണം വീർത്ത് വരണം. അതിനുശേഷം മാത്രമേ നമ്മളിത് കുടിക്കാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, നമ്മൾ ആ കുടിക്കുന്ന സമയം ആവുന്നത് വരെ. അപ്പോൾ ഇത് കുറച്ച് ആൽമണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു നട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഫാറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഹെൽത്തി ഫാറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും നട്ട്സ് നമുക്ക് കഴിക്കാം. ഒരു ഹാൻഡ്ഫുള്ള് ആൽമണ്ട്സ് കഴിക്കാം, കാഷ്യൂ നട്ട്സ് കഴിക്കാം, പീനട്ട്സ് കഴിക്കാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറുത്ത മുന്തിരിങ്ങ ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ടതിന് ശേഷം അതും കഴിക്കാവുന്നതാണ് കേട്ടോ. ആൽമണ്ട്സ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും വെള്ളത്തിലിട്ട് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ സ്കിന്നിൽ ടാനിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ഈ ആൽമണ്ട്സിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നതിനും അതിന് തടയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആൽമണ്ട്സ് കഴിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, മുട്ടപ്പുട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം അതിലേക്ക് മുട്ടയുടെ ഒരു ഫില്ലിങ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ 5 മുട്ട എടുത്തിട്ട് നല്ലോണം ഉപ്പിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിതിലേക്കൊരു വലിയ സവാള വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് ഇഞ്ചിയും വേണം. അപ്പം ഒരു വലിയ സവാള അല്ലെങ്കിൽ 3 ചെറിയ സവാളയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പുട്ടിൻ്റെ പൊടി നനച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും പുട്ടിൻ്റെ പൊടി നല്ലോണം നനഞ്ഞ് അത് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഈ ഫില്ലിംഗ് ഉണ്ടാക്കിയതിന് ശേഷം പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നതിനേക്കാൾ നല്ലത് അതിന് മുന്നേ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ പൊടിയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ 1 കപ്പാണ് പുട്ടിൻ്റെ പൊടി എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി. ഇളക്കൊന്നും വേണ്ട, നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ പുട്ടിൻ്റെ കൂടെ എന്ത് കറിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇത് കണക്കായിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഈ ഫില്ലിംഗ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് സെറ്റായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി, വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് മതിയാകും. ഒത്തിരി നമുക്ക് ഈ പുളി മുന്നോട്ടായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു ഹാഫ് തക്കാളി മതി കേട്ടോ. ആദ്യം മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ചീനച്ചട്ടി ഓർമ്മയില്ലേ, നമ്മൾ നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ചീനച്ചട്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലോണം മയങ്ങി നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിൽ കുക്ക് ചെയ്യാനിപ്പോൾ ഭയങ്കര സുഖമാണ്. ഞാനിപ്പോൾ എല്ലാം ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. എനിക്ക് ഒരെണ്ണോടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കണം. കാരണം 2-3 കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് വേറെ ഒരു പാത്രത്തിലും ഇപ്പോൾ കുക്ക് ചെയ്യാൻ തോന്നാറില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്യാൻ പറ്റുമേ.
ഇതിൻ്റെ എല്ലാ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ കുറവ് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താമെങ്കിലും അളവുകൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അടുക്കളയിലുണ്ട്. അപ്പോൾ എൻ്റെ ഹെൽപ്പർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇളക്കലിൻ്റെ സ്പീഡ് അത്ര കുറഞ്ഞു പോയത്. അപ്പോൾ ഇതെൻ്റെ മൂത്ത ആളാണ്. അവർക്ക് ഇങ്ങനെ വന്നിട്ട് ഇളക്കാനും കട്ട് ചെയ്ത് തരാനും കുക്ക് ചെയ്യണതിലൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇവർ അതിനൊന്നും നിരുത്സാഹപ്പെടുത്താറില്ല. കാരണം ഒരിക്കൽ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനോടുള്ള ആ ഒരു ഇഷ്ടം അങ്ങ് കുറയും. പിന്നെ ഇത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റേ അല്ല എന്ന് അവർ ചിന്തിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പ്രോത്സാഹിപ്പിക്കാറേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ഫില്ലിങ്ങിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുട്ടപ്പുട്ടിന്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് മുട്ടപ്പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തേങ്ങ ഇടുക, അതിനുശേഷം നമ്മുടെ ഫില്ലിങ്, മുട്ടയുടെ ഫില്ലിങ്, പിന്നെ പൊടി. അപ്പോൾ ആ ഒരു ക്രമത്തിൽ മാറിയിട്ട് പുട്ടിൻ്റെ ഇത് നിറയ്ക്കുക. അപ്പം ഞാനിപ്പോൾ വേഗം ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുട്ട് കുടത്തിലും വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 2 പാത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ തന്നെ ക്ലീനിങ്ങും കിച്ചണുമൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. അതാണ് എനിക്കിഷ്ടവും താനും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവധി ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി എഴുന്നേറ്റപ്പോൾ. അപ്പോൾ പിന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയൊന്നും നിന്നില്ല. അപ്പം പിന്നെ അതുപോലെ കുറച്ച് ക്ലീനിങ് പരിപാടികളല്ലാതെ കിച്ചണിൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരുമിച്ച് അതെല്ലാം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഈ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അഴുക്ക് കാണുന്നതിനനുസരിച്ചിട്ട് അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. ഒരു ഡീപ്പ് ക്ലീനിങ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഴുക്ക് അവിടെ തന്നെ പറ്റിപ്പിടിച്ച് അത് കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്കത് ക്ലീൻ ചെയ്ത് കളയാനായിട്ട്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ആ അഴുക്ക് ഇത് കാണുന്നോ അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു സമയം കിട്ടുമല്ലോ, ആ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് അതങ്ങ് ക്ലീൻ ചെയ്ത് പോകാറാണ് കേട്ടോ പതിവ്. പിന്നെ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ സിങ്കും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുക. 3 നേരം ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ നേരവും ചെയ്യണമെന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നല്ല ക്ലീനായിട്ട് കിടന്നോളും. അതുപോലെ നമ്മളത് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരും. ഒരുപാട് നമുക്ക് അഴുക്ക് കളയാനുണ്ടാവില്ല, കാരണം നമ്മൾ കാണുന്നതിനനുസരിച്ചിട്ട് അത് വൃത്തിയാക്കി വിടുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ.
അതുപോലെ തന്നെ നമ്മളെന്നും ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉപയോഗിക്കുന്ന സ്റ്റൗവിൻ്റെ താഴ്ഭാഗവും, അതുപോലെ തന്നെ ഇപ്പോൾ കുക്കിംഗ് റേഞ്ച് ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡും ഒക്കെ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വലിച്ചു നീക്കിയിട്ട് അവിടെയും വീണിരിക്കുന്ന അഴുക്കൊക്കെ ഒന്ന് കളയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ രാവിലത്തെ പരിപാടികളും കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഒരു മിഡ് സ്നാക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ടും വെച്ചിട്ട് നമുക്ക് ഷേക്കോ സ്മൂതി അടിച്ചോ അല്ലെങ്കിൽ അത് തന്നെയായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ടയേർഡ്നെസ് കുറച്ചൊന്ന് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ വാരി വലിച്ച് കഴിക്കില്ല. അപ്പോൾ ഇതൊന്നും പണ്ട് എനിക്കൊരു ശീലം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ ശീലിച്ച് തുടങ്ങിയപ്പോഴേക്കും നമുക്ക് നല്ല സുഖമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് ഒത്തിരി അങ്ങ് ടയേർഡാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി അങ്ങ് കഴിക്കുകയും ചെയ്യില്ല കേട്ടോ. പിന്നത്തെ നമ്മുടെ ഷേക്ക് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് ഷേക്കാണ്. ബേസിക് റെസിപ്പി. അതിൻ്റെ കൂടെ നമുക്ക് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുക. മാങ്ങയോ പൈനാപ്പിളോ ആപ്പിളോ. അപ്പം നമുക്കിപ്പോൾ ഇന്ന് ചക്കയാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ടൊരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ സൂപ്പർ സക്സസ് ആയി. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ ചക്കയ്ക്ക് നല്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഷുഗറൊന്നും ചേർത്ത് കൊടുക്കാൻ, ഹണി പോലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. നല്ല മധുരവും അതുപോലെ തന്നെ നല്ല സൂപ്പർ ഡെലീഷ്യസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ, യമ്മി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉച്ചക്കത്തെ ഊണിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ. തലേദിവസം ചിക്കൻ കറി ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് റൈസ് കുക്ക് ചെയ്തത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നമ്മുടെ ബിരിയാണി ജീരകമൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു ജീര റൈസ് പോലെ ആക്കിയെടുത്തു. അപ്പോൾ ജീര റൈസും ചിക്കൻ കറിയും പിന്നെ കുക്കുംബർ സാലഡും. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. മോളൊരു പുതിയ പാട്ട് പഠിച്ച്, അപ്പോൾ അത് ഞങ്ങളെ വന്ന് കേൾപ്പിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട ആ പാട്ടെന്ന് പറയണത്. അപ്പോൾ കുക്കുംബർ സാലഡ് അവളുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ കുക്കുംബർ. അപ്പോൾ അത് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് സാലഡൊക്കെ ആക്കി എടുക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉച്ചക്കത്തെ ഊണിൻ്റെ, അതായത് നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ എമൗണ്ട് കുറച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു സാലഡ് ഒരു കപ്പും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. മിക്കവാറും ഇതുപോലത്തെ കുക്കുംബർ സാലഡോ അല്ലെങ്കിൽ ക്യാരറ്റ് സാലഡോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇതുപോലെ തൈര് കൂട്ടിയിട്ടുള്ള സാലഡായിരിക്കും കഴിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ വയറ് നിറഞ്ഞില്ല എന്നുള്ളൊരു ഫീലിംഗ് വരത്തില്ല. നമ്മൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ സാലഡും കൂടെ കഴിക്കുമ്പോഴേക്കും നല്ല കണക്കായിട്ട് വരും. അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മയങ്ങി. അതിന് ശേഷം വൈകുന്നേരം ചായയും, ഇത് നമ്മുടെ ട്രഡീഷണൽ അരിയുണ്ട ഉണ്ടല്ലോ, അതാണ് ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചർച്ചിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മക്കളെയൊക്കെ ഒരുക്കി നിർത്തിയേക്കാണ് കേട്ടോ. അവർക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് ചർച്ചിൽ. ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയുടെ 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ അതിൽ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരുടെ ഫസ്റ്റത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കാരണം മേക്കപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ കളിക്കുന്ന ആദ്യമായിട്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പം നമുക്ക് അവിടുത്തെ ആൾക്കാരുമായിട്ടൊന്ന് പരിചയപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതുപോലത്തെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് മിസ്സാക്കിയില്ല. ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി സന്തോഷമായി. കുഞ്ഞുങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. പുതിയ സ്ഥലം അവരും പതുക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. താങ്ക്